മലയാള സിനിമയിലെ പ്രൊഡ്യൂസർ അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മളിലൂടെ കഴിഞ്ഞു പോകുന്നത്. നേരത്തെ പ്രൊഡ്യൂസർ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളും അതിന്റെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഉണ്ടായിരുന്നു. ഇതിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം എന്നുള്ളത് ഈ പ്രൊഡ്യൂസർ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആ പ്രൊഡ്യൂസർ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിത എന്നുള്ള രീതിയിൽ സാന്ദ്ര തോമസ് ആയിരുന്നു. സാന്ദ്ര തോമസ് വിവിധ മലയാള സിനിമകളുടെ പ്രൊഡ്യൂസറാണ്. അങ്ങനെ സാന്ദ്ര തോമസ് പുതിയ ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ പുതിയ ഒരു ഭാരവാഹികളെ തെരഞ്ഞെടുക്കുമ്പോൾ അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുള്ള ആവശ്യമായി മുമ്പോട്ട് വന്നതാണ്. അങ്ങനെ അവരും നിർമ്മാതാക്കളുമായിട്ട് വളരെ വലിയ രീതിയിലുള്ള വാഗ്ദത്വങ്ങൾ ഉണ്ടായതാണ്. അവർ അപമാനിച്ചു എന്നുള്ള രീതിയിലുള്ള പരാതികൾ ഉയർന്നു വന്നതാണ്. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സാന്ദ്ര തോമസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ഇപ്പോൾ സാന്ദ്ര തോമസ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ചില സുപ്രധാനമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു എന്നതാണ്. അത് സൂപ്പർ സ്റ്റാർ, അതായത് മെഗാസ്റ്റാർ എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു വിഷയത്തിൽ സാന്ദ്ര തോമസ് നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ എന്നുള്ളത് വളരെ ഗുരുതരമാണ്. നിർമ്മാതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള സാന്ദ്ര തോമസിന്റെ വാക്കുകൾ, ആ ഒരു നിലപാട് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മമ്മൂട്ടി സാന്ദ്ര തോമസിനെ നേരിട്ട് ഫോണിൽ വിളിച്ചുവെന്നും നിർമ്മാതാക്കൾക്കെതിരെ നടത്തുന്ന നിയമ നടപടികളിൽ നിന്ന് പിൻവലിയണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുവെന്നാണ് സാന്ദ്ര തോമസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു ആവശ്യം മമ്മൂട്ടി പറഞ്ഞപ്പോൾ സാന്ദ്ര തോമസ് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് മമ്മൂട്ടിയോട് ചോദിക്കുന്നു. താങ്കളുടെ മകൾക്കാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ താങ്കൾ താങ്കളുടെ മകളോടും ഇത്തരത്തിൽ തന്നെ പറയുമായിരുന്നു, അവർക്കെതിരെ നടപടി സ്വീകരിക്കരുത്, താങ്കൾക്കെതിരായ അധിക്ഷേപങ്ങൾക്കും അല്ലെങ്കിൽ അതിക്രമങ്ങൾക്കുമെതിരെയുള്ള നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകരുത് എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുമോ എന്നുള്ള ചോദ്യമാണ് സാന്ദ്ര തോമസ് ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും സാന്ദ്ര തോമസ് പറഞ്ഞ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖം നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്നെ മമ്മൂക്ക വിളിച്ചിരുന്നു എന്നോട് കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് മമ്മൂക്ക പറഞ്ഞിരുന്നു. അത് എന്നോട് ഒരു 3/4 മണിക്കൂറോളം സംസാരിച്ചു. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഒറ്റ ചോദ്യമുണ്ട്, മമ്മൂക്കയുടെ മകൾക്കാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതെങ്കിൽ അവരോടും ഇത് പറയൂ, പ്രതികരിക്കരുത്, കേസുമായിട്ട് മുന്നോട്ട് പോകരുത്, ഇത് ഭാവിയിൽ എന്നെ ബാധിക്കും, എനിക്കിത് സിനിമ ചെയ്യാൻ പറ്റില്ല, എന്നെ ഈ നിർമ്മാതാക്കൾ ഇനി തിയേറ്ററിൽ എന്റെ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്നൊരു സ്റ്റാൻഡ് ആയിരിക്കുമോ മമ്മൂക്ക എടുക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇനി സാൻഡയുടെ ഇഷ്ടം പോലെ, ഇനി അതിനകത്ത് ഇനി ഞാനൊന്നും പറയുന്നില്ല, ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്റെ അടുത്ത് കമ്മിറ്റ് ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയിൽ നിന്ന് അദ്ദേഹം പിന്മാറി. മോഹൻലാലിന്റെ പതിനായി. ഇത്തരം ഒരു ഗുരുതരമായ ആരോപണമാണ് സാന്ദ്ര തോമസ് ഉന്നയിച്ചിരിക്കുന്നത്. അഥവാ ഈ ഒരു പ്രൊഡ്യൂസർ അസോസിയേഷനുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിൽ നിന്നും പിൻവാങ്ങണമെന്നാണ് ഈ മമ്മൂട്ടി ആവശ്യപ്പെട്ടു എന്നാണ്. മമ്മൂട്ടി 3/4 മണിക്കൂറോളം ഈ കാര്യത്തിന് വേണ്ടി സാന്ദ്ര തോമസുമായി ഫോണിൽ സംസാരിച്ചു എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ ഉദ്ദേശശുദ്ധിയെ പറ്റി ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതായിട്ട് വരും. നിലവിൽ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മാഫിയ സംഘങ്ങൾ ഉണ്ടെന്നുള്ള വളരെ വലിയ വെളിപ്പെടുത്തലുകൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാഫിയ പ്രവർത്തനം മലയാള സിനിമയിൽ നടക്കുന്നു എന്നുള്ള അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലത്തിൽ മമ്മൂട്ടി എന്നുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആയ നടൻ ഇത്തരം ഒരു ആവശ്യം നിർമ്മാതാക്കൾക്ക് വേണ്ടി ഒരു അധിക്ഷേപമുണ്ടായ ഒരു സ്ത്രീക്കെതിരെ ഉണ്ടായ നടപടികളിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ നിയമ നടപടി സ്വീകരിക്കുമ്പോൾ അദ്ദേഹം അത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചത് വളരെ വലിയ വിമർശനങ്ങൾക്ക് വിധേയമാക്കേണ്ട കാര്യമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നിലവിൽ മലയാള സിനിമയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു മാഫിയ സംഘത്തിൽ, ആ മാഫിയ സംഘത്തിൽ പ്രൊഡ്യൂസർ അസോസിയേഷന്റെയും സിനിമാ താര സംഘടനയുടെയും അതുപോലെ തന്നെ മറ്റു ടെക്നിക്കൽ സൈഡിലെയും സംവിധായകരുടെയും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടെന്നും അവരാണ് ആരൊക്കെ സിനിമ ചെയ്യണമെന്നും സിനിമ ചെയ്യരുതെന്നും ആരൊക്കെ അഭിനയിക്കണമെന്നും അഭിനയിക്കേണ്ട എന്നും ആർക്കൊക്കെ ഏതൊക്കെ റോളുകൾ കൊടുക്കണമെന്നുള്ള എടുക്കുന്ന സംഘം എന്നുള്ള ഒരു വാർത്തകളാണ് നേരത്തെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വെളിപ്പെടുത്തലുകളിൽ വന്നിരുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ മമ്മൂട്ടി ഇത്തരത്തിലുള്ള ഒരു ഇടപെടലുകൾ നടത്തുമ്പോൾ അത് ആർക്ക് വേണ്ടിയാണ് ഇടപെട്ടത്, ഈ വിഷയത്തിൽ മമ്മൂട്ടിയുടെ താല്പര്യം എന്താണ് എന്നുള്ള
ചോദ്യമാണ് ബാക്കിയാവുന്നത്. അതിനേക്കാൾ ഗുരുതരമായ കാര്യം എന്നുള്ളത് സാന്ദ്ര തോമസുമായി കരാർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കമ്മിറ്റ് ആയിട്ടുള്ള ഒരു സിനിമയിൽ നിന്നും മമ്മൂട്ടി പിന്മാറി എന്നതാണ്. അഥവാ മമ്മൂട്ടി ഒരു ആവശ്യം സാന്ദ്ര തോമസിന് മുമ്പിൽ വെക്കുന്നു. നിർമ്മാതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പരാതികളും നടപടികളും സ്വീകരിക്കരുതെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ അതിൽ ഉറച്ചു നിൽക്കുന്ന സാന്ദ്ര തോമസ് പരാതിയുമായിട്ട് മുമ്പോട്ട് പോകുമെന്നും സിനിമയിലെ നിർമ്മാതാക്കളുടെയും അല്ലെങ്കിൽ ഈ മാഫിയ സംഘടനകളുടെയും ഈ ഒരു നിലപാടുകൾക്കെതിരെ തന്റെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പറഞ്ഞപ്പോൾ മമ്മൂട്ടി അദ്ദേഹവുമായിട്ടുള്ള ഒരു കരാർ ചെയ്തിട്ടുള്ള സിനിമയിൽ നിന്നും പുറത്തു പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു കാര്യത്തിൽ മമ്മൂട്ടി എന്ന നടൻ ഇപ്പോൾ ചെയ്തിട്ടുള്ള കാര്യം വളരെ തെറ്റായ പ്രവണതകളുടെ ഒരു തുടർച്ച മാത്രമാണ് എന്നാണ് ഇതിനെപ്പറ്റി പറയേണ്ട ആത്യന്തികമായിട്ടുള്ള കാര്യം.